പാകിസ്ഥാൻ ഭീകരത ലോകത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടാൻ 7 പ്രതിനിധി സംഘങ്ങളെ അല്ലെങ്കിൽ ഡെലിഗേഷനെ ഏതാണ്ട് 35ഓളം രാജ്യങ്ങളിലേക്ക് അയക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുക. കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ആ തീരുമാനമെടുത്തത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ആണെന്ന് വളരെ വ്യക്തമാണ്. ഇതില് ഇപ്പോൾ ഒരു ചർച്ചാ വിഷയമായിരിക്കുന്നത്, ഒരു വിവാദ വിഷയം എന്ന് പറയുന്നില്ല, പക്ഷെ ഒരു ചർച്ചാ വിഷയം ആയിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്നുള്ള ലോക്സഭാംഗമായ ശശി തരൂറിനെ ഈ 7 സംഘങ്ങളിൽ ഒന്നിന്റെ തലവനായി നിയമിച്ചു അല്ലെങ്കിൽ നിയോഗിച്ചു എന്നുള്ളതാണ്. ഇത് സാധാരണഗതിയിൽ നടക്കുന്ന ഒരു നയതന്ത്ര പ്രവർത്തനം, ഒരു ഡിപ്ലോമാറ്റിക് എക്സസൈസാണ്. അതില് വ്യത്യസ്ത കക്ഷികളിൽപ്പെട്ട അംഗങ്ങളടങ്ങുന്ന സംഘങ്ങളെ, ഡെലിഗേഷനുകളൊക്കെ അയക്കാറുണ്ട്. അത് വളരെ സ്വാഭാവികമായ ഒന്ന് തന്നെയാണ്. അതിലാരും വിവാദം കണ്ടെത്താറുമില്ല. പക്ഷേ ഇവിടെ ഈ 7 ഡെലിഗേഷനിൽ ഒന്നിന്റെ തലവനായി ശശി തരൂറിനെ നിയോഗിച്ചത് ഇപ്പോ ഇന്ത്യ ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം കോൺഗ്രസിന്റെ പ്രതിനിധിയാണ് അദ്ദേഹം, കോൺഗ്രസിന്റെ ലോക്സഭാംഗമാണ്. പക്ഷേ കോൺഗ്രസ് നൽകിയ ലിസ്റ്റിൽ അദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 4 പേരുടെ പേര് കോൺഗ്രസ് കൊടുത്തു, പക്ഷെ അതിൽ ശശി തരൂർ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഗവൺമെന്റ് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ശശി തരൂറിനെ ആ ഡെലിഗേഷൻ അംഗങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തുകയും ചെയ്തു. അതിലൊന്നിന്റെ തലവനായി നിയോഗിക്കുകയും ചെയ്തു. ഒരു സർവകക്ഷി സ്വഭാവമുള്ളതാണ് ഈ 7 ഡെലിഗേഷനുകളും. ഭരണകക്ഷിയിൽ നിന്നും വ്യത്യസ്ത പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുമുള്ള പ്രതിനിധികൾ ഇതിൽ പെട്ടിട്ടുണ്ട്. ഇനി പറയുന്നവയാണ് ഈ പ്രതിനിധി സംഘ തലവന്മാരായിട്ട് അല്ലെങ്കിൽ അതിനെ നയിക്കുന്നതിനായിട്ട് ഗവൺമെന്റ് നിയോഗിച്ചിരിക്കുന്നത്. അതിൽ കോൺഗ്രസിൽ നിന്ന് ഒരാളാണുള്ളത്, അത് ശശി തരൂറാണ്. ശശി തരൂറിനെ കൂടാതെ BJP-യുടെ MP ആയ രവിശങ്കർ പ്രസാദ്, JDU BJP-യുടെ ബീഹാറിലെ സഖ്യകക്ഷിയാണ്. ഇപ്പോൾ ലോക്സഭയിൽ BJP-ക്ക് സ്വന്തമായിട്ട് ഭൂരിപക്ഷമില്ലാത്തത് കൊണ്ട് JDU, TDP മുതലായ പാർട്ടികളുടെ പിന്തുണയിലാണ് ഭരിക്കുന്നത്. ആ JDU-വിന്റെ ഒരു പ്രതിനിധിയെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, സഞ്ജയ് കുമാർ ഝാ. അതുപോലെ തന്നെ BJP-യിൽ നിന്ന് രണ്ടാമതൊരാൾ കൂടിയുണ്ട്, ബൈജയന്ത് പാണ്ഡ. DMK-യുടെ കനിമൊഴി കരുണാനിധി. NCP ശരത് പവാർ വിഭാഗത്തിൽ നിന്ന് സുപ്രിയ സുളെ. അതുപോലെ ശിവസേനയിൽ നിന്ന് അത് ഏകനാഥ് ഷിൻഡെ വിഭാഗമാണ്, അതിൽ നിന്ന് ശ്രീകാന്ത് എന്നീ 7 പേരെയാണ് ഈ വ്യത്യസ്ത 7 ഡെലിഗേഷനുകളുടെ തലപ്പത്ത് അല്ലെങ്കിൽ അതിനെ നയിക്കാനായിട്ട് നിയോഗിച്ചിരിക്കുന്നത്. ആദ്യം കേട്ട വാർത്ത ഇത് ഗവൺമെന്റ് ഏകപക്ഷീയമായിട്ട് എടുത്ത അല്ലെങ്കിൽ തയ്യാറാക്കിയ ഒരു ലിസ്റ്റാണ് എന്നുള്ളതായിരുന്നു. പക്ഷെ ഇപ്പോ ജയറാം രമേശ് തന്നെ, കോൺഗ്രസ് നേതാവ് തന്നെ, അദ്ദേഹത്തിന്റെ ഒരു ട്വീറ്റിൽ പറയുന്നത് കിരൺ റിജ്ജു, അതായത് പാർലമെന്ററി അഫയേഴ്സിന് ചുമതലയുള്ള കിരൺ റിജ്ജു കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളോട് അവരുടെ പാർട്ടികളിൽ നിന്ന് ഈ ഡെലിഗേഷനിൽ പെടുത്തേണ്ടവരുടെ ഒരു പട്ടിക ചോദിച്ചിരുന്നു. കോൺഗ്രസിൽ നിന്ന് 4 പേരുടെ പേരാണ് ചോദിച്ചത്. ആ 4 പേരെയും ഉൾപ്പെടുത്താനാണോ എന്നറിയില്ല. 4 പേരുടെ പേര് നിർദ്ദേശിക്കാനായിട്ട് ഗവൺമെന്റ് അല്ലെങ്കിൽ കിരൺ റിജ്ജു ആവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ച് കോൺഗ്രസ് 4 പേരുടെ പേര് കൊടുത്തു. ആനന്ദ് ശർമ്മ, ഗൗരവ് ഗൊഗോയി അടക്കം 4 പേര്. അതിൽ ശശി തരൂർ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഫൈനൽ ലിസ്റ്റ് പുറത്തു വരുമ്പോൾ ശശി തരൂർ ഒരു ഡെലിഗേഷന്റെ തലവനാണ്. നാം ഇപ്പോൾ മനസ്സിലാക്കുന്നത് അമേരിക്ക, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളൊക്കെ സന്ദർശിക്കുന്ന ഡെലിഗേഷൻ ആയിരിക്കും അതാണെന്നാണ്. ഒരു പ്രതിനിധി സംഘം കുറഞ്ഞത് 5 രാജ്യങ്ങൾ സന്ദർശിക്കണം, അവിടുത്തെ നേതാക്കളുമായിട്ട് ആശയവിനിമയം നടത്തണം. ഈ അടുത്ത കാലത്ത് നടന്ന ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ഇന്ത്യയുടെ നിലപാട് എന്തായിരുന്നു, എന്തുകൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാന് ഒരു മറുപടി കൊടുക്കാൻ നിർബന്ധിതമായത്, ഈ വക വിഷയങ്ങൾ അവിടുത്തെ അതത് രാജ്യങ്ങളിലെ നേതാക്കളുമായിട്ട്, ചിലപ്പോൾ അവിടുത്തെ പ്രതിപക്ഷ നേതാക്കളെയും കണ്ടെത്തിരിക്കാം, അവരുമായിട്ടൊക്കെ സംസാരിക്കണം, നമ്മുടെ നിലപാടുകൾ വ്യക്തമാക്കണം. അതാണ് ഈ ഡെലിഗേഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസ് തയ്യാറാക്കി കൊടുത്ത 4 പേരുടെ പട്ടികയിൽ ശശി തരൂർ ഇല്ല എന്നുള്ളതാണ്. അതിന് ചില കാരണങ്ങളുണ്ട്. ശശി തരൂറും കോൺഗ്രസ് പാർട്ടിയുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, ശശി തരൂർ സ്വന്തം നിലയിലെടുക്കുന്ന ചില നിലപാടുകൾ, പലപ്പോഴും അത് BJP-ക്ക് അനുകൂലമായ അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിനെ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള ചില സമീപനങ്ങൾ അദ്ദേഹം എടുക്കാറുണ്ട്. ഈ അടുത്ത കാലത്ത് ഈ പഹൽഗാം സംഭവത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം ഉണ്ടായപ്പോൾ അന്ന് കോൺഗ്രസ് 100% സർവാത്മന ഗവൺമെന്റിന്റെ സൈനിക നടപടികളെ പിന്താങ്ങിയ ഒരു പാർട്ടിയാണ്. അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ ചില പ്രത്യേക വിഷയങ്ങൾ, അതായത് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. അപ്പോൾ കോൺഗ്രസ് 1971
ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, അതായത് ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര രാജ്യത്തെ സൃഷ്ടിച്ച അന്നത്തെ സംഘർഷം, അല്ലെങ്കിൽ ലോകത്തിന്റെ ഭൂപടത്തെ തന്നെ മാറ്റിമറിച്ച 71 യുദ്ധം, ഇപ്പോഴത്തെ വെടിനിർത്തലിനെ അതുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ് ഒരു നിലപാടെടുത്തപ്പോൾ അത്തരത്തിലൊരു താരതമ്യത്തിന്റെ ആവശ്യമില്ല എന്ന അഭിപ്രായമാണ് ശശി തരൂർ പറഞ്ഞത്. അത് കോൺഗ്രസിന്റെ നിലപാടിന് എതിരായിരുന്നു, അല്ലെങ്കിൽ ഘടക വിരുദ്ധമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ സംഘർഷം അവസാനിച്ചത് അമേരിക്കയുടെ ഇടപെടലിനെ തുടർന്നാണ്, മധ്യസ്ഥതയുടെ പിന്നാലെയാണ് എന്ന് ട്രംപ് തന്നെ പറഞ്ഞു, അമേരിക്കൻ പ്രസിഡന്റ് തന്നെ പറഞ്ഞു. നമ്മൾ ഇപ്പോഴും ആവർത്തിച്ചു പറയുന്നത് ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന ചർച്ചയുടെ ഫലമായിട്ടുണ്ടായ വെടിനിർത്തൽ ആണ് എന്നാണ്. ട്രംപ് ആദ്യം പറഞ്ഞു, പിന്നീട് അദ്ദേഹം സൗദി അറേബ്യയിൽ പോയപ്പോൾ അവിടെ വെച്ചും പറഞ്ഞു ഈ വെടിനിർത്തൽ കരാറിന്റെ പിന്നിൽ അമേരിക്കയാണ്. അമേരിക്കയുടെ ഒരു രാത്രി നീണ്ട നയതന്ത്ര പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഇത് ഉണ്ടായത്. ഞങ്ങള് ഈ രണ്ട് രാജ്യങ്ങളുമായിട്ട് അമേരിക്ക നടത്തുന്ന വ്യാപാരം, അത് സംബന്ധിച്ച വിഷയങ്ങൾ ഇവരുടെ മുമ്പിൽ അവതരിപ്പിച്ചു. നിങ്ങൾ വെടിനിർത്തുന്നില്ലെങ്കിൽ ഞങ്ങൾ എല്ലാ വ്യാപാരങ്ങളും അവസാനിപ്പിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി, അല്ലെങ്കിൽ ഒരു അന്ത്യശാസനം നൽകി. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് വെടിനിർത്തൽ ഉണ്ടായത്. ഇതിനെയും ശശി തരൂർ എതിർക്കുകയാണ് ഉണ്ടായത്. ഇതേപ്പറ്റി കോൺഗ്രസ് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചു. കഴിഞ്ഞ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ ഇക്കാര്യത്തിൽ ശശി തരൂരിന് താക്കീത് നൽകി എന്ന് പോലും വാർത്തകൾ വന്നിരുന്നു. അത് പിന്നീട് ശശി തരൂർ തന്നെ നിഷേധിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ സർവകക്ഷി സംഘങ്ങളെ, ഡെലിഗേഷനുകളെ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കാൻ തീരുമാനിക്കുന്നത്. സ്വാഭാവികമായിട്ടും കോൺഗ്രസിൽ നിന്ന് ഒരാളെ നിർദ്ദേശിക്കാൻ പറയുമ്പോൾ, പ്രത്യേകിച്ച് പാർലമെന്റിൽ നിന്നാണെങ്കിൽ, ആദ്യം പറയേണ്ട പേര് ശശി തരൂറിൻ്റെതാണ്, യാതൊരു സംശയവുമില്ല. വിദേശകാര്യ വിഷയങ്ങളിൽ കോൺഗ്രസിന് എടുത്ത് മുമ്പിൽ നിർത്താവുന്ന ഇതുപോലെ പ്രഗത്ഭനായ ഒരു വ്യക്തി വേറൊരാളില്ല എന്ന് തന്നെ പറയാം. മാത്രമല്ല, പാർലമെന്റിന്റെ വിദേശകാര്യ സമിതിയുടെ ചെയർമാനാണ് അദ്ദേഹം. അത് ഓരോ പാർട്ടിക്കും കൊടുക്കുന്ന ഒരു പദവിയാണ്. അപ്പൊ കോൺഗ്രസ് ശശി തരൂറിനെ നിയോഗിച്ചതാ ആ പദവിയിലേക്ക്, കോൺഗ്രസിന്റെ നോമിനിയാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തന പരിചയം, പാരമ്പര്യം നോക്കുകയാണെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ അണ്ടർ സെക്രട്ടറി ജനറൽമാരിൽ ഒരാളായിരുന്നു. അക്കാലത്ത് എല്ലാ ലോക നേതാക്കളുമായിട്ട് നല്ല പരിചയമുള്ള ആളായിരുന്നു. പിന്നീട് അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങി വന്നു, തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ച് ജയിച്ചു, വിദേശകാര്യ സഹമന്ത്രിയായിട്ട് പ്രവർത്തിച്ചു. അത് മാത്രമല്ല, ലോകം അംഗീകരിക്കുന്ന ഒരു വ്യക്തിത്വം അദ്ദേഹത്തിൻ്റെത്. നമുക്ക് രാഷ്ട്രീയമായിട്ട് അദ്ദേഹം എടുക്കുന്ന ചില നിലപാടുകളോട് കൃത്യമായ അല്ലെങ്കിൽ ശക്തമായ വിയോജിപ്പുണ്ടാവാം. പക്ഷേ ഒരു പ്രഭാഷകൻ, എഴുത്തുകാരൻ എന്നൊക്കെ നിലയിൽ അദ്ദേഹത്തെ ലോകം അംഗീകരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു ഡെലിഗേഷനിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ ആ ഡെലിഗേഷനെ നയിക്കുക, അതൊക്കെ ആ പ്രതിനിധി സംഘത്തിന്റെ പ്രവർത്തന വിജയത്തിനെ സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണ്. ഈ 4 പേരുടെ പേര് ചോദിച്ചപ്പോൾ കോൺഗ്രസ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ചിന്തിക്കേണ്ടതായിരുന്നു. അതായത് കോൺഗ്രസ് കൊടുക്കുന്ന ഒരു പട്ടികയിൽ ശശി തരൂരിന്റെ പേര് ഇല്ലെങ്കിൽ പോലും ഒരു രാഷ്ട്രീയ നേട്ടം ലക്ഷ്യമാക്കിക്കൊണ്ട് BJP സർക്കാർ അല്ലെങ്കിൽ നരേന്ദ്രമോദി ശശി തരൂരിനെ ആ പട്ടികയിൽ പെടുത്തും എന്നുള്ള കാര്യം അത് മനസ്സിലാക്കിക്കൊണ്ട് വേണമായിരുന്നു കോൺഗ്രസ് പ്രവർത്തിക്കേണ്ടത്. പക്ഷെ അദ്ദേഹത്തെ ഒഴിവാക്കി, ശശി തരൂരിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പട്ടിക കോൺഗ്രസ് നൽകുന്നു. പക്ഷെ പ്രധാനമന്ത്രി ഓഫീസ് ശശി തരൂരിനെ ഈ ഡെലിഗേഷനിൽ ഉൾപ്പെടുത്തുന്നു. അത് മാത്രമല്ല, അതിലൊന്നിന്റെ തലവനായി നിയോഗിക്കുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഈ ഒരു തീരുമാനത്തിലൂടെ, അല്ലെങ്കിൽ ശശി തരൂരിനെ ഒരു ഡെലിഗേഷന്റെ നേതാവായി കേന്ദ്ര സർക്കാർ നിയോഗിച്ചതിലൂടെ ഒരു തിരിച്ചടി ലഭിച്ചിരിക്കുന്നത് കോൺഗ്രസിനാണ്. കാരണം ഇതുപോലൊരു ഡെലിഗേഷൻ ഗവൺമെന്റ് രൂപവൽക്കരിക്കുമ്പോൾ അതിനെ എതിർക്കാനോ അല്ലെങ്കിൽ അതിൽ വ്യത്യസ്ത അഭിപ്രായം പറയാനോ ഒന്നും കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയില്ല. കാരണം ഇത് രാജ്യ താല്പര്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. നമ്മുടെ ശത്രുക്കളായ പാകിസ്ഥാനെതിരായിട്ട് ഇന്ത്യ നടത്തിയ ഒരു നീക്കം, അല്ലെങ്കിൽ ഇന്ത്യ നൽകിയ തിരിച്ചടി, അത് വിജയം കണ്ടതിന് പിന്നാലെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കാൻ വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കുമ്പോൾ അതിൽ അഭിപ്രായ വ്യത്യാസം പറയാൻ പറ്റില്ല. അതുകൊണ്ട് കോൺഗ്രസ് കൃത്യമായിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശശി തരൂരിന്റെ പേര് നിർദ്ദേശിക്കേണ്ടതായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശശി തരൂർ അംഗമാകുന്നതും ഒരു പ്രതിനിധി സംഘത്തിന്റെ നേതാവാകുന്നതും അദ്ദേഹം ആ പ്രവർത്തനത്തിൽ വിജയിക്കുന്നതുമൊക്കെ ഒരു അഭിമാനമായിട്ട് കോൺഗ്രസ് കാണേണ്ടതായിരുന്നു. അത് കേരളത്തിനും അഭിമാനകരമായ ഒരു വസ്തുതയാകുമായിരുന്നു. പക്ഷേ കോൺഗ്രസിന്റെ നിർദ്ദേശം മറികടന്നുകൊണ്ട് ഗവൺമെന്റ് ശശി തരൂരിനെ ഒരു പ്രതിനിധി സംഘത്തിന്റെ തലവനാക്കി എന്നുള്ളത്
കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു കാര്യം അല്ല. എന്തുകൊണ്ടായിരിക്കാം കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ശശി തരൂരിനെ ഈ ഡെലിഗേഷനിൽ അംഗമാക്കാനും അതിലൊന്നിന്റെ തലവനാക്കാനും തീരുമാനിച്ചത്? രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന്, ശശി തരൂരിനെ കൊണ്ടുള്ള പ്രയോജനം, അദ്ദേഹത്തിന് മറ്റു രാജ്യങ്ങളിലുള്ള സ്വാധീനം, അവിടുത്തെ നേതാക്കളുമായിട്ടുള്ള ബന്ധം, അതൊക്കെ ഉപയോഗിച്ച് എന്തിനാണോ ഈ ഡെലിഗേഷനെ അയച്ചത് അക്കാര്യത്തിൽ കൂടുതൽ പ്രയോജനം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഗവൺമെന്റിന് വ്യക്തമായിരുന്നു. പിന്നെ രണ്ടാമത് രാഷ്ട്രീയമാണ്. കോൺഗ്രസിന് കൊടുക്കാവുന്ന ഒരു ചെറിയ തിരിച്ചടി, ചെറിയൊരു പണി, അതാണ് BJP ഉദ്ദേശിച്ചതും നടപ്പാക്കിയതും. ഇതൊരു വലിയ രാഷ്ട്രീയ നീക്കമാണെന്നും വലിയൊരു സംഭവമാണെന്നും ഇന്നലെ മുതൽ ദേശീയ മാധ്യമങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ളൊരു നയതന്ത്ര നീക്കം ഇതത്ര പുതിയ കാര്യങ്ങളൊന്നുമല്ല, ഇതിനു മുമ്പും പലവട്ടം ഉണ്ടായിട്ടുണ്ട്. 1971 ബംഗ്ലാദേശിന്റെ വിമോചനം നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, അതിൽ ഇന്ത്യ നേരിട്ട് ഇടപെടുന്നതിന് മുമ്പ് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി അമേരിക്ക, റഷ്യ, ജർമ്മനി, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, ബെൽജിയം, ഓസ്ട്രിയ മുതലായ രാജ്യങ്ങൾ സന്ദർശിക്കുകയും അവിടുത്തെ നേതാക്കളുമായിട്ട് ഇവിടുത്തെ വിഷയം, കിഴക്കൻ പാകിസ്ഥാനിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും അവരുടെ പിന്തുണ നേടുന്നതിന് ശ്രമിക്കുകയും ചെയ്തു. അക്കൂട്ടത്തിൽ അമേരിക്ക ഒഴികെ എല്ലാ രാജ്യങ്ങളും ഇന്ത്യക്കൊപ്പം നിൽക്കുകയും ചെയ്തു. 1971 ഒക്ടോബർ 25 മുതൽ നവംബർ 12 വരെയാണ് ഈ സന്ദർശനം നടന്നത്. ആ കൂട്ടത്തിലാണ് ഇന്ദിരാഗാന്ധി മോസ്കോയിലെത്തി സോവിയറ്റ് യൂണിയൻ നേതാക്കളുമായി സംസാരിച്ച് ഇന്ത്യ സോവിയറ്റ് യൂണിയൻ സൗഹൃദ സഹകരണ കരാറിന് രൂപം നൽകിയതും. അന്ന് 70 ഡെലിഗേഷനുകളെ ഇന്ത്യ വിവിധ രാജ്യങ്ങളിലേക്ക് നിയോഗിക്കുകയുണ്ടായി. അതിൽ 13 മിനിസ്റ്റീരിയൽ ലെവൽ, അതായത് മന്ത്രി തലത്തിലുള്ളതായിരുന്നു. അത്തരത്തിലുള്ള ഒരു എക്സർസൈസ് അന്നും നടന്നിട്ടുണ്ട്. അത് വളരെ സ്വാഭാവികമാണ്. അതിനുശേഷം പിന്നീട് കോൺഗ്രസ് ഗവൺമെന്റുകൾ തന്നെ മറ്റ് പ്രതിപക്ഷ കക്ഷികളുടെ പ്രതിനിധികളെ കൂടെ കൂട്ടി ഡെലിഗേഷനുകൾ അയച്ചിട്ടുണ്ട്. PV നരസിംഹറാവു പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന വാജ്പേയിയെ ഒരു പ്രധാന ദൗത്യത്തിന് ജനീവയിൽ UN ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലേക്ക് ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കാൻ അയക്കുകയുണ്ടായി. കാശ്മീരിൽ മനുഷ്യാവകാശ ലംഘനം നടക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ ഒരു പ്രമേയം പാസ്സാക്കിയെടുക്കാൻ അന്ന് പാകിസ്ഥാൻ ശ്രമിക്കുന്ന സമയമാണ്. അന്ന് വാജ്പേയിയാണ് ഇന്ത്യയെ പ്രതികരിച്ച സംഘത്തെ നയിച്ചത്. ഫറൂഖ് അബ്ദുള്ള കാശ്മീർ നേതാവ്, അതുപോലെ തന്നെ സൽമാൻ ഖുർഷിദ്, ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയായിരുന്ന സൽമാൻ ഖുർഷിദ്, ഇവരൊക്കെ ഈ പ്രതിനിധി സംഘത്തിലുണ്ടായിരുന്നു. 2008 ബോംബെ ഭീകരാക്രമണത്തിന് ശേഷവും സർവകക്ഷി സംഘത്തെ ഇന്ത്യ ഗവൺമെന്റ് വിദേശങ്ങളിലേക്ക് അയക്കുകയും നമ്മുടെ നിലപാടുകൾ അവിടെ വിശദീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികളെ കൂടെ സഹകരിപ്പിച്ചുകൊണ്ട് ഒരു നയതന്ത്ര നീക്കത്തിന് നേതൃത്വം കൊടുക്കാൻ സർക്കാർ തയ്യാറായതും ഒരു നല്ല കാര്യമാണ്. ഇതുവരെ ഉണ്ടായിരുന്ന അവരുടെ നിലപാടിൽ നിന്നുള്ളൊരു ചെറിയ മാറ്റമായിട്ട് വേണമെങ്കിൽ അതിനെ കാണാൻ സാധിക്കും. ഗവൺമെന്റ് സർവകക്ഷി യോഗമൊക്കെ നടത്തി, പക്ഷേ അതിൽ പ്രധാനമന്ത്രി പങ്കെടുക്കേണ്ട പ്രാധാന്യമൊന്നും അന്ന് ആ യോഗത്തിന്റെ സമയത്ത് പ്രതിപക്ഷ കക്ഷികൾക്ക് BJP സർക്കാർ നൽകിയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ആ നിലപാടിൽ നിന്ന് മാറ്റമുണ്ട്. പ്രതിപക്ഷ കക്ഷികളെ കൊണ്ട് വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഇന്ത്യയുടെ കാര്യം വിദേശങ്ങളിൽ അവതരിപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. പക്ഷേ ഇതോടൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങളും ഈ രാജ്യത്ത് നടക്കുന്നുണ്ട്. ഈ മെയ് 25 NDA മുഖ്യമന്ത്രിമാരുടെ, BJPയുടെയും സഖ്യകക്ഷികളുടെയും നേതൃത്വത്തിലുള്ള ഗവൺമെന്റുകളുടെ മുഖ്യമന്ത്രിമാരെ ഡൽഹിയിൽ ഒരു യോഗത്തിന് മോഡി ക്ഷണിച്ചിരിക്കുക. അത് രാഷ്ട്രീയ ലക്ഷ്യമാണ്. അതായത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ നേട്ടം എങ്ങനെ രാഷ്ട്രീയമായി മാറ്റാം, അത് പ്രയോജനപ്പെടുത്താം എന്ന് ആലോചിക്കുന്നതിന് വേണ്ടിയാണ് NDA മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിച്ചിരിക്കുന്നത്. ഇതിനെ വേണമെങ്കിൽ ഒരു ഇരട്ടത്താപ്പായിട്ട് പറയാം, അങ്ങനെയാണ് താനും. പക്ഷേ അത് BJP ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ, അല്ലെങ്കിൽ NDA ഒരു മുന്നണി എന്ന നിലയിൽ ഈ ഒരു സാഹചര്യത്തെ ഉപയോഗിക്കും. അക്കാര്യത്തിൽ കൂടുതൽ കുറ്റം പറയാൻ സാധ്യവുമല്ല.